ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1.5 മണിക്കൂർ സമയമാണ്. ആകെ സ്കോർ 40 മാർക്കാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. തേരിൽ നിന്നന്നേരം പാരിലിറങ്ങിയിട്ടു പാരാതെ കൊമ്പിട്ടു കൂപ്പി നിന്നാൻ. ഇവിടെ അക്രൂരനിൽ തെളിയുന്ന ഭാവം എന്ത്? വാത്സല്യം, സ്നേഹം, ഭക്തി, കരുണ. ശരിയായ ഉത്തരം ഭക്തിയാണ്. ഇവിടെ അക്രൂരനിൽ തെളിയുന്ന ഭാവം ഭക്തിയാണ്. ഇനി അടുത്തത്, മൂത്താപ്പ അകത്തേക്ക് വന്നപ്പോൾ ഇലയനക്കമില്ല. അടിവരയിട്ട പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത്? ഇലകളൊന്നും അനങ്ങുന്നില്ല, വീട് നിശബ്ദമായി, കാറ്റ് വീശുന്നില്ല, വീട്ടിൽ മറ്റാരുമില്ല. അപ്പോൾ ഇലയനക്കമില്ല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം വീട് നിശബ്ദമായി അല്ലെങ്കിൽ നിശബ്ദമായി എന്നാണ് അർത്ഥം. ചുവടെ കൊടുത്തിരിക്കുന്നവയെ ശരിയായി പിരിച്ചെഴുതിയത് ഏത്? കണ്ണീർ, കണ്ണ് പ്ലസ് നീർ. കയ്യേറ്റം, കൈ പ്ലസ് അറ്റം. കായലോരത്ത്, കായൽ പ്ലസ് ഓരത്ത്. കടലിരമ്പം, കടലിൽ ഇരമ്പം. ഇത് ശരിയായി പിരിച്ചെഴുതിയത് കായലോരത്ത്. കായലോരത്ത്, കായൽ പ്ലസ് ഓരത്ത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പന്തി 2 ഓമന തിരുവയസ്സിൽ പയറ്റി തെളിഞ്ഞ് പണിക്കരാക്കി. ഇവിടെ പയറ്റി തെളിയുക എന്ന ശൈലിയുടെ ആശയം എന്ത്? എല്ലാവരോടും തർക്കിച്ച് വിജയിക്കുക, 18 അടവും പഠിച്ചും പ്രയോഗിച്ചും തഴക്കം വരിക, വഴക്കുണ്ടാക്കി വിജയിക്കുക, മത്സരിച്ച് പരാജയപ്പെടുക. ഇവിടെ പയറ്റി തെളിയുക എന്ന ശൈലിയുടെ ആശയം 18 അടവും പഠിച്ചും പ്രയോഗിച്ചും തഴക്കം വരിക എന്നതാണ്. പയറ്റി തെളിയുക എന്ന് പറഞ്ഞാൽ 18 അടവും പഠിച്ചും പ്രയോഗിച്ചും തഴക്കം വരിക എന്നതാണ്. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. ഒരു നാൾ ഗ്രാമവീഥി തന്നിലായി കണ്ടു ഞാൻ, കരളു നടങ്ങുവേ ഇമ്മട്ടാം ഒരു രംഗം. കാളകൾ കരളു നടങ്ങി. ഈ ഏത് രംഗമാണ് ഈ വരികളിൽ പരാമർശിക്കുന്നത്? വണ്ടിക്കാരൻ അവശനായി നടന്നു നീങ്ങുന്നത്, കാളകൾ അവശരായി നടന്നു നീങ്ങുന്നത്, വണ്ടിക്കാരൻ കാളകളെ തെളിയിച്ചുകൊണ്ട് മുന്നോട്ടുന്നത്, കാളവണ്ടിക്കാരൻ്റെ അന്ത്യയാത്ര. അപ്പോൾ ഇവിടെ കരളു നടങ്ങി ഇങ്ങനെയൊരു രംഗം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് കാളവണ്ടിക്കാരൻ്റെ അന്ത്യയാത്രയെയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേവല സൗന്ദര്യം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹ അർത്ഥം ഏത്? കേവലത്തിൻ്റെ സൗന്ദര്യം, കേവലമാകുന്ന സൗന്ദര്യം, കേവലമായ സൗന്ദര്യം, കേവലവും സൗന്ദര്യവും. ഇവിടെ കേവല സൗന്ദര്യം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം കേവലമായ സൗന്ദര്യം എന്നാണ്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. 8 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. 7 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. അപ്പോൾ നിങ്ങൾ 2 മാർക്കിനുള്ള ഉത്തരം എഴുതിയാൽ മതി. മുല്ലമൊട്ടുകൾ വാരി വാനിങ്കിൽ വിതറിക്കൊണ്ടുല്ലാസ സമരിതയായ അണിയും സന്ധ്യാശ്രീയും. സൗന്ദര്യലഹരി. ഇവിടെ സന്ധ്യയുടെ വരവിനെ കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? വ്യക്തമാക്കുക. നക്ഷത്രങ്ങളെ മുല്ലമൊട്ടുകളായി സങ്കല്പിച്ചിരിക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങളാകുന്ന മുല്ലമൊട്ടുകൾ വാരി വിതറിക്കൊണ്ട് എത്തുന്ന സന്ധ്യാസമയത്തെ ഒരു സ്ത്രീ ആയിട്ടാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ ഉല്ലാസത്തോടെ, ആമോദത്തോടെ, സന്തോഷത്തോടെയാണ് വരവ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യങ്ങളാക്കുക. അയാൾ ഊണ് കഴിച്ചു തിരിച്ചു വന്നപ്പോഴും അവരുടെ ചോളം അളുക്ക് മൂടിയിരുന്നില്ല. ഇതിനെ 2 വാക്കാക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അയാൾ ഊണ് കഴിച്ച് തിരിച്ചു വന്നു. അയാൾ ഊണ് കഴിച്ച് തിരിച്ചു വന്നു. അപ്പോഴും അവരുടെ ചോളം അളുക്ക് മൂടിയിരുന്നില്ല. ഇവിടെ വന്നപ്പോഴും എന്നത് നമുക്ക് വന്നു പ്ലസ് അപ്പോഴും എന്നിങ്ങനെ പിടിച്ചെഴുതാം. അപ്പോൾ ഊണ് കഴിച്ച് തിരിച്ചു വന്നു, അപ്പോഴും അവരുടെ ചോളം അടുക്ക് മൂടിയിരുന്നില്ല. 2 മാർക്കാണ് ഈ ഒരു ശരിയായ രീതിയിൽ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത്.
പെട്ടെന്ന് മനസ്സിൻ്റെ ആഹ്ലാദത്തിൻ്റെ രോമാഞ്ചം ഉള്ളിൽ ഒടുങ്ങാതെ അത് ശരീരത്തിൽ ആകെ പടർന്നു കയറുകയാണ്. കണ്ണമ്മയുടെ ഈ ഭാവമാറ്റത്തിൻ്റെ 2 കാരണങ്ങൾ എഴുതുക. ഒന്നെന്താണ്? കുപ്പിവളകൾ അണിയിച്ചപ്പോഴുണ്ടായ സന്തോഷം. രണ്ടാമത്തേത് ഒരു കിലുക്കം, മണിക്കിലുക്കിൻ്റെ നാദം ഒരേ സമയം തൊട്ടും കേട്ടും അനുഭവിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം. ഈ 2 സന്തോഷങ്ങൾ നമുക്ക് എഴുതാം. അപ്പോൾ കുപ്പിവളകളും ഇതുവരെ കണ്ണമ്മ ഓരോ ശബ്ദങ്ങൾ കേട്ടിട്ടേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുപ്പിവളകൾ അണിയിച്ചപ്പോൾ കേൾക്കുകയും ചെയ്തു, അതേസമയം സ്പർശിക്കുകയും ചെയ്തു. അതുകൊണ്ടുള്ള സന്തോഷമാണ്. ഓക്കെ. അന്ധയായ കണ്ണമ്മയുടെ കഥയാണ് കുപ്പിവള. ഇത് കുറച്ചുകൂടി ഒരു 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതേണ്ട രീതിയിലാണ്. അന്ധയായ കണ്ണമ്മയുടെ കഥയാണ് കുപ്പിവളകൾ. കാഴ്ചയുടെ ലോകം അവൾക്ക് അപരിചിതമാണ്. കേൾവിയുടെ എല്ലാം അറിയുകയാണ് അവൾ, അഥവാ കേൾവിയുടെ ലോകത്താണ് അവൾ ജീവിക്കുന്നത്. പള്ളിമണിയുടെ നാദം, മഴത്തുള്ളിയുടെ പതനത്തിലുള്ള നാദം, കുപ്പിവളകളുടെ കിലുക്കം എല്ലാം അവളിൽ ആഹ്ലാദം പകരും. കോടി ഉടുപ്പുകളേക്കാൾ അവൾക്ക് സന്തോഷം കുപ്പിവളകളുടെ കിലുക്കത്തിലാണ്. പള്ളിമണിയുടെ നാദമുതിർക്കുന്ന കുപ്പിവളകൾ വേണമെന്ന് അവൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം സാധിക്കുന്നു. അപ്പോൾ കുപ്പിവളകൾ അണിയിച്ചപ്പോഴുണ്ടാകുന്ന സന്തോഷവും അതേപോലെ തന്നെ അത് സ്പർശിച്ചപ്പോഴും അത് കേട്ടപ്പോഴും ഒരേ സമയം അനുഭവിച്ച ഉണ്ടായ ഒരു സന്തോഷവുമാണ് നമുക്ക് ആ വാക്കുകളിൽ കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പച്ചില ചാത്തിൻ പഴുതിങ്കലുടതാ കാണുമോ പശ്ചിമമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. സൗന്ദര്യലഹരി ചങ്ങമ്പുഴ. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അനുഭൂതി ഓരോരുത്തരും സ്വകീയമാണ്. പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും MP പോൾ. പ്രകൃതി സൗന്ദര്യം ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന അനുഭൂതി ഓരോ വിധത്തിലാണ് എന്നാണല്ലോ MP പോൾ അഭിപ്രായപ്പെടുന്നത്. ചങ്ങമ്പുഴയുടെ സൗന്ദര്യലഹരി എന്ന കവിതയുമായി ബന്ധിപ്പിച്ച് ഈ അഭിപ്രായം വിലയിരുത്തുക. അപ്പോൾ പ്രകൃതിയിലെ സുന്ദരമായ വസ്തുക്കൾ ജീവിതത്തെ മധുരിപ്പിക്കുന്നതാണ്. ഓരോ ദിവസവും വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ഭംഗി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നു. പ്രകൃതിയിലെ മനോഹര ദൃശ്യങ്ങളിൽ ലയിച്ചു ചേർന്നാൽ ദുഃഖങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാവുമെന്ന സന്ദേശമാണ് സൗന്ദര്യലഹരി എന്ന പാഠഭാഗം നൽകുന്നത്. ആകാശം നിറയെ നക്ഷത്രങ്ങളാകുന്ന മുല്ലമൊട്ടുകൾ വാരി വിതറിക്കൊണ്ട് സന്ധ്യ കടന്നു വരുന്നു. പൂനിലാവിൽ കൊളിച്ചെത്തുന്നു. ഇളം കാറ്റ് സൗരഭ്യവുമായി വരുന്നു. പളുങ്കുമണികൾ ചിന്നിച്ചിതറി പുരയോലകൾ പാട്ടും പാടി മന്ദമായി ഒഴുകുന്നു. പൂക്കൾക്കു ചുറ്റും ശലഭങ്ങൾ പാറി കളിക്കുമ്പോൾ വള്ളിച്ചെടികൾ നർത്തകിമാരെ പോലെ നൃത്തം ചെയ്യുന്നു. ഇങ്ങനെ പ്രകൃതിയിലുള്ള സുന്ദര കാഴ്ചകൾ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. മനുഷ്യൻ പ്രപഞ്ച ജീവിതത്തെ വെറുക്കുന്നില്ല. ഇതാണ് സൗന്ദര്യലഹരിയിലൂടെ ചങ്ങമ്പുഴ പറയുന്നത്. ഇനി MP പോൾ പറയുന്നതും നമുക്ക് നോക്കാം. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ആസ്വാദനം ഓരോരുത്തർക്കും വ്യക്തിപരമാണ്. ആസ്വാദനത്തിൻ്റെ അളവിലും ഈ വ്യത്യാസം കാണാം. ഒരാൾക്ക് സുന്ദരമാണെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് സുന്ദരമാകണമെന്നില്ല. സൃഷ്ടി കലാകാരന് മാത്രമാണുള്ള വാദത്തിന് അർത്ഥവുമില്ല എന്നാണ് MP പോൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നോക്കമ്മേ, ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു തെളിച്ചം! വളകൾ അണിഞ്ഞു നിൽക്കുന്ന കണ്ണമ്മയുടെ മുഖത്തെ തെളിച്ചമാണല്ലോ റോസിമോളുടെ സന്തോഷത്തിന് കാരണം. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന ഇത്തരം ഒരു സന്തോഷാവസ്ഥയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തയ്യാറാക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അന്ന് ഖദർ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ചിഹ്നമായിരുന്നു. വിദേശിത്തരങ്ങൾ ധരിക്കില്ലെന്ന് ഞാൻ നിർബന്ധം വിധിച്ചിരുന്നു അമ്മ. മഹാത്മാഗാന്ധിയുടെ ജീവിത ദർശനങ്ങൾ ബഷീറിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയിരുന്നു. കഥ വിശകലനം ചെയ്ത് പ്രസ്താവനയോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സ്വന്തം അമ്മയെയും ജന്മനാടിനെയും ഒന്നുപോലെ സ്നേഹിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സ്വന്തം അമ്മയെയും ജന്മനാടിനെയും ഒന്നുപോലെ സ്നേഹിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ട ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആ മഹാന്റെ ജീവിതകഥ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ്.
ലോകാരാധ്യനായ ഗാന്ധിജിയെ ഒന്ന് തൊടണം എന്ന് ബഷീറിന് തോന്നി. ആ ആഗ്രഹം കേവലമായ ഒന്നല്ല. ഭാരതത്തെ മുഴുവൻ അടിമകളാക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുന്ന ഗാന്ധിജി വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആരാധ്യമായ ഒരു വിഗ്രഹമായിരുന്നു. സമരം ചെയ്യുന്നവരെ ശക്തമായി മർദ്ദിക്കുന്ന അക്കാലത്ത് ഉഗ്രമായ സമരങ്ങൾ നയിക്കുന്ന ഗാന്ധിജിയുടെ ആഹ്വാനങ്ങൾ ബഷീറിനെ പോലെയുള്ളവർ തീജ്വാല പോലെ സ്വീകരിച്ചു. ഗാന്ധിജിയെ കാണുക എന്നത് തങ്ങളുടെ മോചനത്തിന് ശ്രമിക്കുന്ന അഭിവന്ദ്യനായ ഒരാളെ കാണുക എന്നത് മാത്രമായിരുന്നില്ല, ഈശ്വരനെ കാണുന്നതിന് തുല്യമായിരുന്നു. അങ്ങനെ ഒരാളെ തൊടുക എന്ന് പറഞ്ഞാലോ ലോകം മുഴുവൻ നിറയുന്ന പ്രതീതിയാണ്. ഗാന്ധിജിയോടുള്ള ആരാധനയാണ് ഉപ്പ് സത്യാഗ്രഹത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുക്കാനും അറസ്റ്റ് വരിക്കാനും ബഷീറിനെ പ്രേരിപ്പിച്ചത്. സത്യസന്ധമായ ജീവിതത്തെ കാണാനും വിഭാഗീയതകൾക്കപ്പുറം നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാനും ബഷീറിനെ പര്യാപ്തമാക്കിയതും ഗാന്ധിജിയോടുള്ള ആരാധനയാണ്. അപ്പം ഗാന്ധിജിയുടെ ദർശനങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ ബാല്യകാലം മുതലേ തന്നെ സ്വാധീനിച്ചിരുന്നു. രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഗാന്ധിജിക്ക് കഴിയുമെന്ന് ബഷീർ ദൃഢമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ആരാധ്യ പുരുഷനെ ഒന്ന് തൊടാൻ ബഷീർ അത്യധികം ആഗ്രഹിച്ചിരുന്നു. ഖദർ ധരിക്കുക എന്നത് കുട്ടിക്കാലം മുതൽ ബഷീർ സ്വീകരിച്ചു വന്ന ശീലമാണ്. ഇങ്ങനെയൊക്കെ ബഷീറിൻ്റെ ജീവിതത്തിലും ദർശനത്തിലും ഗാന്ധിജിയുടെ അഭേദ്യമായ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ഗാന്ധിജിയെ കാണുക എന്നത് തങ്ങളുടെ മോചനത്തിന് ശ്രമിക്കുന്ന അഭിവന്ദ്യനായ ഒരാളെ കാണുക എന്നത് മാത്രമായിരുന്നില്ല, ഈശ്വരനെ കാണുന്നതിന് തുല്യമായിരുന്നു. അപ്പോൾ ഗാന്ധിജിയെ ഈശ്വരന് തുല്യമായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ കണ്ടിരുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജിയോടുള്ള ആരാധന കൊണ്ടാണ് ഉപ്പു സത്യാഗ്രഹത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുക്കുകയും അതേപോലെ അറസ്റ്റ് കൈവരിക്കുകയും ചെയ്തത് ഗാന്ധിജിയോടുള്ള ആരാധന മൂലമാണ്. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ പല ആദർശങ്ങളും സ്വന്തം ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താനും ബഷീർ ശ്രമിച്ചു. വിഭാഗീയതകൾക്കപ്പുറം നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാനും ബഷീറിനെ പര്യാപ്തമാക്കിയത് ഗാന്ധിജിയോടുള്ള ഈ ഒരു ആരാധനയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അവർക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആ പ്രകാശം എന്നെ വല്ലാതെ സ്പർശിച്ചു. സ്നേഹത്തിൻ്റെ നടുവിലിരിക്കുന്നത് പോലെയുള്ള ഒരു സ്വസ്ഥതയും സന്തോഷവും മനസ്സിലുണ്ടായി. ജീവിതം ഒരു പ്രാർത്ഥന. രാം ഗോപാൽ ഇരുളിൽ മാഞ്ഞുപോയി. എന്നാൽ ഇന്നും പ്രകാശത്തോടെ അയാൾ എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. 2 ടാക്സിക്കാർ. സ്നേഹത്തെക്കുറിച്ച് KM മാത്യുവും ഗുരു ചൈതന്യയതിയും പറയുന്ന വാക്കുകളാണിവ. 2 സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് സ്നേഹം ജീവിതത്തിൻ്റെ പ്രകാശം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ് തയ്യാൻ നമുക്ക് ടോപ്പിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സ്നേഹം ജീവിതത്തിൻ്റെ പ്രകാശം എന്ന് നമ്മൾ ഹെഡിങ് എഴുതി വെക്കുക. സ്നേഹം ജീവിതത്തിൻ്റെ പ്രകാശം. ഏത് പ്രതിസന്ധിയിലും നിന്നും കരകയറാൻ സ്നേഹത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ നമുക്ക് കരുത്തേകും. ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സ്നേഹത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ നമുക്ക് കരുത്തേകും. ഓക്കെ. പത്രാധിപരായിരുന്ന KM മാത്യുവിന് തിരക്കിട്ട ജീവിതത്തിനിടയിൽ കുടുംബത്തിലെ സഹായികളുമായി കൂടിച്ചേരാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഭാര്യയുടെ മരണശേഷം അവർ കൈകാര്യം ചെയ്തിരുന്ന വീടിൻ്റെ നിയന്ത്രണം കൂടി അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. സ്നേഹത്തിൻ്റെ പ്രകാശം അദ്ദേഹം നേരിട്ട് അനുഭവിച്ചത് ആ സമയത്തായിരുന്നു. അവരുമൊത്ത് വീട്ടിൽ ചെലവഴിച്ചിരുന്ന നിമിഷങ്ങൾ ഏറ്റവും സ്വസ്ഥവും സന്തോഷവും നിറഞ്ഞതായിരുന്നു എന്ന് അദ്ദേഹം സ്മരിക്കുന്നു. സ്നേഹവും സൗഹൃദവും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുന്നു. അപ്പോൾ അന്നമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയും അവരുടെ സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. സ്നേഹം ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും നൽകുന്നു എന്ന് KM മാത്യു മനസ്സിലാക്കി. ഇനി അടുത്തത് നമ്മൾ വേറൊരു കഥാപാത്രത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. രാം ഗോപാൽ മിശ്ര എന്ന നന്മ നിറഞ്ഞ ഡ്രൈവറെക്കുറിച്ച് നിത്യചൈതന്യയതി ഓർക്കുന്ന സന്ദർഭമാണ്. വസ്തുവകകളും പണവുമെല്ലാം തീവണ്ടിയിൽ നഷ്ടപ്പെട്ടപ്പോൾ ജീവിതം നിത്യചൈതന്യയതി നന്ദിയോടെ ഓർക്കുന്ന സന്ദർഭമാണിത്. വസ്തുവകകളും പണവുമെല്ലാം തീവണ്ടിയിൽ നഷ്ടപ്പെട്ടപ്പോൾ ജീവിതം അവസാനിച്ചെന്ന് യതി കരുതി. എന്നാൽ യതിയെ സമാധാനിപ്പിക്കുകയും സാധനങ്ങൾ തിരികെ എത്തിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തത് ആ ടാക്സി ഡ്രൈവറാണ്. അതിനുള്ള പ്രതിഫലം പണമായി നൽകിയപ്പോൾ
രാം ഗോപാൽ മിശ്ര നിരസിച്ചു. ആ മനുഷ്യനിലെ നന്മയാണ് യതിയുടെ ഓർമ്മയെ ദീപ്തമാക്കിയത്. അപ്പോൾ രാം ഗോപാലിൻ്റെ സ്നേഹത്തെയും നന്മയെയും നന്ദിയോടെ ജീവിതകാലം മുഴുവൻ നിത്യചൈതന്യയതി ഓർമ്മിക്കുന്നത് ഈ അഭേദ്യമായ സ്നേഹം കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബാല്യകാലത്തിൻ നുറുങ്ങുകഥകളാൽ പിന്നെയും മാധുരി ചേർത്തു നീ കാപ്പിയിൽ. നഗരത്തിലൊരു യക്ഷൻ എന്ന ശീർഷകം ഈ കവിതയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട്. അപ്പോൾ നാട് കടത്തപ്പെട്ട യക്ഷൻ്റെ മാനസികാവസ്ഥയാണ് കവിക്ക്. പിരിഞ്ഞിരിക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നത്. അപ്പം നഗരത്തിലെ ഫ്ലാറ്റിൽ ഓർമ്മകളാണ് കൂട്ടിനുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. വിശ്വകവിയായ കാളിദാസൻ്റെ മേഘസന്ദേശത്തിലെ നായകനായ യക്ഷനോടാണ് വിരഹിയായ ഭർത്താവിനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കാളിദാസൻ്റെ മേഘസന്ദേശത്തിലെ നായകനാണ് യക്ഷൻ. ആ യക്ഷനോടാണ് ഇവിടുത്തെ മാനസികാവസ്ഥ ഭർത്താവിനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യയുടെ അടുത്ത് നിന്ന് 2 ദിവസം വഴിദൂരമുള്ള ഒരു നഗരത്തിൽ സ്ഥലം മാറ്റം കിട്ടി പോകേണ്ടി വന്ന ഒരാളുടെ ജീവിതമാണ് കവിതയിലെ ഇതിവൃത്തം. സുഹൃത്തുക്കളുമൊത്ത് ലോഡ്ജിൽ താമസിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർമ്മിക്കുകയാണ് അയാൾ. കാളിദാസൻ്റെ മേഘസന്ദേശത്തിലെ നായകനും ഇങ്ങനെ ആയിരുന്നുവല്ലോ. പ്രിയതമനിൽ നിന്ന് അകന്നു കഴിയുന്ന യക്ഷനെയാണ് കാളിദാസൻ്റെ മേഘസന്ദേശത്തിൽ കാണുന്നത്. അയാൾ ഭാര്യയ്ക്കുള്ള സന്ദേശം കൊടുത്തയക്കാൻ ഏൽപ്പിക്കുന്നത് ആടിമാസത്തിലെ മേഘത്തിലൂടെയാണ്. യക്ഷൻ തൻ്റെ അവസ്ഥയും ദുഃഖവുമെല്ലാം ഭാര്യയോട് പറയാൻ മേഘത്തിനെ ചുമതലപ്പെടുത്തുന്നു. ആറ്റൂരിൻ്റെ കവിതയിൽ വിരഹവേദന അനുഭവിക്കുന്ന നായകൻ നഗരത്തിലെ യക്ഷനാണ്. കാളിദാസൻ്റെ യക്ഷൻ രാമഗിരി കാട്ടിലാണെങ്കിൽ ആറ്റൂരിൻ്റെ യക്ഷൻ നഗരത്തിലാണെന്നുള്ള വ്യത്യാസമുണ്ട്. വേർപാട് മൂലമുണ്ടാകുന്ന വേദന 2 പേരും അനുഭവിക്കുന്നു. ഭാര്യയെ പിരിഞ്ഞ നഗരത്തിൽ കഴിയുന്ന കവിയുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഈ കവിതയ്ക്ക് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന പേര് തികച്ചും അനർത്ഥമാക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മാത്രം, ദേവു ചേച്ചി. കൈകൾ കുലുക്കി കുപ്പിവളകളുടെ മന്ത്രനാദം കേൾക്കുന്ന തിരക്കിൽ അവൾ മറ്റെല്ലാം മറന്നുപോയിരുന്നു. ദേവു ചേച്ചിയുടെയും റോസി മോളുടെയും കണ്ണമ്മയോടുള്ള സമീപനം നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാമാണ്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അവർ 2 പേരും കണ്ണമ്മയോട് സ്നേഹിച്ചത് നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. കൂടെ ചേർന്ന് നിന്ന് തണലായി മാറുന്ന 2 നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ദേവു ചേച്ചിയും റോസിമോളും. സമൂഹത്തിലെ അശരണായ ആളുകളെ ചേർത്തു നിർത്താൻ ശ്രമിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഇവർ വഴിയൊരുക്കുന്നു. കണ്ണമ്മയുടെ സന്തോഷത്തിന് വഴിയൊരുക്കാൻ കാരണമായ 2 നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ദേവു ചേച്ചിയും റോസിമോളും. അനാഥാലയത്തിൽ കഴിയുന്ന അന്ധയായ പെൺകുട്ടിയാണ് കണ്ണമ്മ. കണ്ടാസ്വദിക്കാൻ കഴിയാത്ത അവളെ ആഹ്ലാദിപ്പിച്ചിരുന്നത് ശബ്ദങ്ങളാണ്. അനാഥാലയത്തിലെ റോസിമോൾ കണ്ണമ്മയുടെ കൈകളിൽ കുപ്പിവളകൾ അണിയുന്നതുവരെ കുപ്പിവളകൾ എന്നത് അവൾക്ക് മധുരമായ ശബ്ദം മാത്രമായിരുന്നു. കുപ്പിവളയുടെ ശബ്ദം പള്ളിയിൽ കുർബാന സമയത്ത് ഉള്ള നാദം പോലെ തന്നെയാണെന്ന് കൂട്ടുകാരിയായ ദേവു ചേച്ചി കണ്ണമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. കുപ്പിവളകളുടെ കിലുക്കം അവളുടെ ജീവിതത്തിലെ പ്രത്യാശയുടെ നാദമായിരുന്നു. ആ നാദത്തിൽ അവൾ എല്ലാം മറന്നുപോയിരുന്നു. കുപ്പിവളകളുടെ കലപില ശബ്ദം കണ്ണമ്മയുടെ അനുഭവ ലോകവുമായി ബന്ധിപ്പിക്കാൻ ഈ കഥ ഏറെ സഹായിക്കുന്നു. കണ്ണമ്മയുടെ ലോകം ശബ്ദത്തിൻ്റെ മനോഹാരിതയിലാണ് ലഭിക്കുക. അതാണ് കുപ്പിവളകൾ എന്ന് ഇതിന് പേരിടാൻ കാരണം. അപ്പോൾ കണ്ണമ്മയുടെ ആ ഒരു സ്നേഹത്തിന് തണലായി മാറുന്നത്, നിഷ്കളങ്കമായ സ്നേഹം നൽകി കൂടെ നിന്ന് തണലായി മാറുന്നത് ഈ ദേവു ചേച്ചിയും റോസിമോളുമാണ്. അതുകൊണ്ട് അവർ കണ്ണമ്മയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന 2 മനസ്സിൻ്റെ ഉടമകളാണ്. ഇനി നമുക്ക് 6 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണുള്ളത്. കഴിഞ്ഞ കൊല്ലം എനിക്ക് ഉദ്യോഗക്കയറ്റം കിട്ടി. അതിനുശേഷം എനിക്ക് എല്ലായ്പ്പോഴും പണിത്തിരക്കാണ്. സർക്കിറ്റിനും പോകണം, കത്തെഴുതാൻ സമയം കിട്ടാറില്ല. അയാൾ പറഞ്ഞു, എൻ്റെ പേരിലുള്ള സ്ഥലം വിറ്റ് പണമാക്കിയാൽ അതെനിക്ക് വലിയ ഉപകാരമാകും. അതിനെപ്പറ്റി ഏട്ടത്തിയോട്
ഗോപിയെ പോലെ സ്വന്തം സുഖവും സന്തോഷവും മാത്രം പ്രധാനമായി കരുതുന്ന ഒരു മനോഭാവം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? കഥയും സമകാലിക സംഭവങ്ങളും വിലയിരുത്തി സ്വാർത്ഥതയും മനുഷ്യബന്ധങ്ങളും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം എഡിറ്റോറിയൽ തയ്യാറാക്കുക. അപ്പോൾ സ്വാർത്ഥതയും മനുഷ്യബന്ധങ്ങളും എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യം വിഷയമാക്കി രചിച്ച കഥയാണ് കീറിപ്പൊളിഞ്ഞ ഗ്ലാസ്. വാർദ്ധക്യത്തിൽ മക്കളുടെ സ്നേഹവും സംരക്ഷണവും മാതാപിതാക്കൾക്ക് ആവശ്യമാണ്. ജോലി തിരക്കിൻ്റെ പേരിൽ അമ്മയെയും വീടിനെയും മറന്നുപോയ മകനായി ഗോപിയാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രം. നഗരത്തിലെ ജീവിതവും ഭാര്യയും മക്കളുടെയും പ്രേരണ ആയിരിക്കാം അയാളെ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം. 5.5 കൊല്ലത്തിനു ശേഷമാണ് അയാൾ ഗ്രാമത്തിലെ വീട്ടിലെത്തുന്നത്. പ്രായാധിക്യം കൊണ്ട് മറവി രോഗം ബാധിച്ച അമ്മയെ കാണാനായിരുന്നില്ല. സഹോദരിയായ കമലം മകൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഗോപിയെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയ്ക്ക് തന്നെ ഓർമ്മയില്ലാത്തത് ഒരു അനുഗ്രഹമായി ഗോപി കാണുന്നു. മകനെ സ്നേഹിക്കുന്ന അമ്മ എപ്പോഴും മകനെക്കുറിച്ചുള്ള ചിന്തയിലാണ്. മകൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഓർമ്മയാണ് അമ്മയിൽ എപ്പോഴും. മകൻ്റെ കത്ത് കിട്ടാത്തത് അമ്മയെ വിഷമിപ്പിക്കുന്ന അറിയാമായിരുന്നിട്ട് ഒരു കത്ത് പോലും ഗോപി അയക്കുന്നില്ല. ജീവിത സാഹചര്യത്തിൽ മെച്ചപ്പെടുമ്പോഴും ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമ്പോഴും വൃദ്ധരായ മാതാപിതാക്കളോട് സ്നേഹക്കുറവ് ഉണ്ടാകുന്ന പുതുതലമുറയിലെ ഒരാളാണ് ഈ കഥയിലെ ഗോപി. വാർദ്ധക്യത്തിൽ ബാധിച്ച് മറവി കൊണ്ടാണ് അമ്മ മകനെ മറന്നതെങ്കിൽ സ്നേഹക്കുറവ് കൊണ്ടും സ്വാർത്ഥത കൊണ്ടുമാണ് മകൻ അമ്മയെ മറക്കുന്നത്. ഇനി അടുത്ത 6 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. മനസ്സിൽ നൈരാശ്യം എഴുന്നവന് മധ്യാഹ്നവും പ്രത്യഹമർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശുദീപ്തം പകൽ പോലെ. വിശ്വം ദീപമയം. മനസ്സിൽ ശുഭചിന്തയുള്ളവരുടെ ജീവിതമാണല്ലോ വെളിച്ചമുള്ളതാകുന്നത്. ലോകം മുഴുവൻ അതിജീവനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഉള്ളീരിൻ്റെ ഈ വരികൾ ഏറെ പ്രസക്തമാണ്. വിശ്വം ദീപമയം എന്ന കവിതയിലെ ആശയം മുൻനിർത്തി ആത്മവിശ്വാസത്തിലൂടെ അതിജീവനത്തിലേക്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യണം. അപ്പോൾ മാന്യ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഉണർവും ഉത്സാഹമേകുന്ന ഒരു പുലരി ഉണ്ടാവണമെങ്കിൽ ഒരു രാവ് കൂടിയേ തീരൂ. പകൽ കഴിഞ്ഞു പോയെന്ന് കരുതി ദുഃഖിക്കേണ്ട കാര്യമില്ല. പ്രത്യാശയുണർത്തുന്ന ഒരു പ്രഭാതത്തിന് മുന്നോടിയായി കണ്ട് മുന്നോട്ട് ജീവിക്കുക. സൂര്യൻ പൊലിയുന്ന നിമിഷം തന്നെ ആകാശത്ത് വെളിച്ചവുമായി നക്ഷത്രനിര എത്തുന്നു. പകൽ അധ്വാനിക്കുന്ന മനുഷ്യന് വെളിച്ചം കൂടിയേ തീരൂ. അധ്വാനഫലമായി ക്ഷീണിച്ചെത്തുന്ന മനുഷ്യന് രാത്രി വിശ്രമിക്കാനുള്ളത്. അതിന് സൂര്യ വെളിച്ചം വേണ്ട, നക്ഷത്രപ്രകാശം മതിയാകും. പ്രപഞ്ചം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓരോ വസ്തുക്കളെയും സജ്ജമാക്കിയിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ അവ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? കാരണം നമുക്ക് ക്ഷമയില്ല എന്നുള്ളത് തന്നെ. പ്രപഞ്ചമാകുന്ന ഗുരുനാഥൻ പഠിപ്പിച്ചിരുന്ന വസ്തുതകൾ ക്ഷമയോടെ പഠിച്ചെടുക്കാതെ നിരാശനായി ലഭിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അലയുകയാണ് നാം ഓരോരുത്തരും. പുതിയ ഉന്മേഷത്തോടെ ഉണരും എന്നുറപ്പാണ് നാം ഉറങ്ങുന്നത്. എല്ലാ കാര്യത്തിലും ഒരു പ്രതീക്ഷ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകണം. മനസ്സെപ്പോഴും ശുദ്ധമാക്കി വയ്ക്കണം. നന്മയുടെ പ്രകാശം നിറയ്ക്കണം. നിരാശനാകാതെ ഊർജ്ജസ്വലരായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഏത് അർദ്ധരാത്രിയിലും നമുക്ക് പകലായി തോന്നും. ഏത് കഠിന പ്രവൃത്തിയും ലളിതമായി ഭവിക്കും. അതിനാൽ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുക. പ്രശ്നങ്ങളിൽ തളർന്നു വീഴാതെ സൈധൈര്യം മുന്നോട്ട് പോകുക എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രഭാഷണം ഇവിടെ നിർത്തുകയാണ്. ജയ് ഹിന്ദ് എന്ന് നിങ്ങൾക്ക് അടുത്ത 6 മാർക്കിൻ്റെ ഒരു ചോദ്യം നോക്കാം. വാഹന മോഷണം യുവാക്കൾ പിടിയിൽ. സ്ത്രീധന പീഡനങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നു. അടുത്ത കാലത്ത് വന്ന ചില വാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ആർഭാടമായി ജീവിക്കണം എന്ന കൊതിയാണ് കുട്ടികളുമൊത്ത് ഒരു ചെറുപുരയിൽ പാർത്തിരുന്ന ചെറുപ്പക്കാരനെ 5-8 കൊലപാതകങ്ങൾ പീഡിപ്പിച്ചത് എന്ന് അയാൾ പറയുന്നു. ആ മനസ്സിലാരെയും കൊല്ലാൻ മടിക്കാത്ത ഇരുട്ടുണ്ടായിരുന്നു. ആർഭാടം ഒരു ഉന്മാദാവസ്ഥയാണ്. പത്രവാർത്തകളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്ത് ലളിത ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ശീർഷകം, അതിൻ്റെ ഹെഡിങ് നമ്മൾ ആദ്യം എഴുതണം. കമ്പോള സംസ്കാരത്തിൻ്റെ അടിമകളായി മാറിയ ആധുനിക മനുഷ്യന് ധൂർത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉള്ളതിലേറെ പെരുപ്പിച്ചു കാട്ടുന്ന ആധുനിക മനുഷ്യൻ ഇന്ന് ലോകത്തിന് തന്നെ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്നു. പെരുകുന്ന വാഹന മോഷണങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളുമെല്ലാം ഇതിന് തെളിവാണ്. പവിത്രമായ വിവാഹ ചടങ്ങുകൾ പോലും ആർഭാടത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഇടങ്ങളായി മാറി. കോടികൾ മുടക്കി സമ്പന്നർ ചടങ്ങുകൾ ആഘോഷമാകുമ്പോൾ അത് അനുകരിക്കാൻ കടം വാങ്ങി സാധാരണക്കാരനും ആ നിലയിൽ വിവാഹങ്ങളും മറ്റു ചടങ്ങുകളും നടത്തി പാപ്പരാകുന്നു. 2 പേർക്ക് താമസിക്കാനായി
കൊട്ടാരം പോലുള്ള വീട് പണിത് പണം ധൂർത്തടിക്കുന്നു. ധൂർത്ത് ഒഴിവാക്കണമെന്നും ലളിതമായ ജീവിതമാണ് മഹത്തരം എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ രാഷ്ട്രീയ സംഘടനകളും മുന്നിട്ടിറങ്ങണം. ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നുവടി കൊണ്ട് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു എന്നാണ് MN വിജയൻ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേരള പാഠാവലിയുടെ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. മുഴുവൻ ചോദ്യോത്തരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.